നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കോഷി റൈമാൻ കണ്ടീഷനും അതിൻ്റെ ഡെറിവേഷനുമാണ്. കോഷി റൈമാൻ കണ്ടീഷൻ എന്ന് പറയുന്നത് ദ നെസസറി കണ്ടീഷൻ ഫോർ എ ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡ് ടു ബി അനലറ്റിക് ഇൻ എ ഡൊമൈൻ ഈസ് കാൾഡ് കോഷി റൈമാൻ കണ്ടീഷൻ. ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡ് ഒരു പ്രത്യേക റീജിയണിൽ അനലറ്റിക് ആകാനുള്ള കണ്ടീഷനെയാണ് കോഷി റൈമാൻ കണ്ടീഷൻ എന്ന് പറയുന്നത്. സോ ദ നെസസറി കണ്ടീഷൻ for a function f of z എന്ന് പറയുന്നത് u plus iv to be analytic in a domain D, to be analytic in a domain D is called Cauchy Riemann condition. The necessary condition for a function f of z is equal to u plus iv to be analytic in a domain D is called Cauchy Riemann condition. Analytic function എന്ന് പറയുന്നത് എന്താണ്? A function which is differentiable in a domain D is called analytic function. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഒരു എൻ്റയർ റീജിയണിൽ ഡിഫറൻഷ്യബിൾ ആകാനുള്ള നെസസറി കണ്ടീഷൻ എന്ന് പറയുന്നതാണ് കോഷി റൈമാൻ കണ്ടീഷൻ. ഇപ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണോ, ഒരു പർട്ടിക്കുലർ റീജിയനിൽ ഡിഫറൻഷ്യബിൾ ആണോ അല്ലെങ്കിൽ അനലറ്റിക് ആണോ എന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു കണ്ടീഷനാണ്. നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കാതെ തന്നെ അത് ഡിഫറൻഷ്യബിൾ ആണോ എന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു കണ്ടീഷനാണ് കോഷി റൈമാൻ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഹിയർ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് യു പ്ലസ് ഐ വി, അതാണ് ഫംഗ്ഷൻ. ഹിയർ യു ആൻഡ് വി ഷുഡ് സാറ്റിസ്ഫൈ ദ സി ആർ ഇക്വേഷൻ ആസ് ഗിവൺ ബിലോ. ഹിയർ യു ആൻഡ് വി ഷുഡ് സാറ്റിസ്ഫൈ the CR equation as dou u by dou x equal to dou v by dou y and dou u by dou y equal to minus dou v by dou x. ഇതാണ് കോഷി റൈമാൻ കണ്ടീഷൻ എന്ന് പറയുന്നത്. അതായത് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു എക്സ് ഈസ് ഈക്വൽ ടു പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് വി വിത്ത് റെസ്പെക്ട് ടു വൈ. ഇതിന് നമുക്ക് അല്ലെങ്കിൽ യു എക്സ് ഈസ് ഈക്വൽ ടു വി വൈ എന്നും പറയാം. പിന്നെ ഡോ യു ബൈ ഡോ വൈ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു വൈ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് വി വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ ഇവിടെ യുവിന് എക്സ് ആയിരുന്നു ഡെറിവേറ്റീവ്, ഇവിടെ വൈ ആണ്. വിക്ക് ആദ്യം വൈ ആണ്, അടുത്ത പ്രാവശ്യം മൈനസ് വി ബൈ വിത്ത് റെസ്പെക്ട് ടു വൈ അല്ല എക്സ് ആണ് വന്നത്. അപ്പോൾ ഇത് മാറി മാറി വരുന്നു. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ, ഈ ഒരു ഓൾട്ടർനേറ്റിംഗ് കണ്ടീഷനാണ് സി ആർ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇത്രയാണ് സി ആർ കണ്ടീഷൻ്റെ ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഒരു അനലറ്റിക് ഫംഗ്ഷൻ? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, എ ഫംഗ്ഷൻ വിച്ച് ഈസ് ഡിഫറൻഷ്യബിൾ ഇൻ ആൻ എൻ്റയർ ഡൊമൈൻ ഈസ് കാൾഡ് ആൻ അനലറ്റിക് ഫംഗ്ഷൻ. ഒരു അനലറ്റിക് ഫംഗ്ഷൻ എന്താണ്? ഒരു ഫംഗ്ഷൻ വിച്ച് ഈസ് ഡിഫറൻഷ്യബിൾ ഇൻ ആൻ എൻ്റയർ ഏരിയ, എൻ്റയർ റീജിയൺ അല്ലെങ്കിൽ ഡൊമൈൻ ഡി. ഒരു എൻ്റയർ റീജിയൺ അല്ലെങ്കിൽ ഡൊമൈനിൽ ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് അനലറ്റിക് ഫംഗ്ഷൻ. എ ഫംഗ്ഷൻ which is differentiable
in an entire domain is called an analytic function. A function which is differentiable in an entire domain is called an analytic function. If a function is not analytic at a point, ഒരു ഫംഗ്ഷൻ ഒരു പർട്ടിക്കുലർ പോയിന്റ് ഏതെങ്കിലും ആകട്ടെ, ആ പോയിന്റിൽ ഡിഫറൻഷ്യബിൾ അല്ല അല്ലെങ്കിൽ അനലറ്റിക് അല്ല എന്നുണ്ടെങ്കിൽ, ഒരു ഫംഗ്ഷൻ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ അനലറ്റിക് അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പോയിന്റിനെയാണ് പറയുന്നത് സിംഗുലർ പോയിന്റ്. വെൻ എ ഫംഗ്ഷൻ ഈസ് നോട്ട് അനലറ്റിക് അറ്റ് എ particular point, that point is called singular point. If a function is not analytic at a point, ആ പോയിന്റിനെ നമുക്ക് ഫോർ ദ ടൈം ബീങ് z0 എന്ന് വിളിക്കാം. If a function is not analytic at a point z0, then such a function such a function അല്ല, such a point, ആ പോയിന്റ് z0, such a point is called a singular point. ഇനി നമുക്ക് ഈ കണ്ടീഷൻ്റെ പ്രൂഫ് നോക്കാം. നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ആദ്യം ഒരു എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യണം. കൺസിഡർ എ കോംപ്ലക്സ് ഫംഗ്ഷൻ given by f of z is equal to u plus iv. ഇതാണ് നമ്മുടെ കോംപ്ലക്സ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് ഇസഡ് ആണ്. അതറിയാവുന്ന കാര്യമാണ്, എഫ് ഡാഷ് ഓഫ് ഇസഡ്. അങ്ങനെ എടുക്കുമ്പോൾ ഈ സൈഡിൽ ഡെറിവേറ്റീവ് വരുമ്പോൾ എന്ത് വ്യത്യാസമാണ് വരുന്നത്? ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ദ ഡെറിവേറ്റീവ് ഈസ് ഗിവൺ ബൈ the derivative is f dash of z is equal to limit delta z tends to 0 f of z plus delta z minus f of z by delta z. ഇതാണ് ഡെറിവേറ്റീവിൻ്റെ ഫോം എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഡെറിവേറ്റീവ്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ പറയുന്നതാണ്. അതായത് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറൻസ് ആണ്. എന്തിൻ്റെ? ഇസഡിനുണ്ടാകുന്ന, ഇസഡ് അല്ലെങ്കിൽ ഏതൊരു വേരിയബിൾ ആകട്ടെ, എക്സിനുണ്ടാകുന്ന വ്യത്യാസം. അപ്പോൾ ആ വ്യത്യാസം എന്ന് പറയുന്നത് ഡെൽ എക്സ് ആണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് എക്സ് പ്ലസ് അല്ലെങ്കിൽ ഇസഡ് പ്ലസ് ഡെൽ ഇസഡ് മൈനസ് ഇസഡ്, അന്നേരം നമുക്ക് ഡെൽ ഇസഡ് തന്നെ കിട്ടും. അപ്പോൾ ഫംഗ്ഷൻ വരുമ്പോഴത്തേനും എഫ് ഓഫ് ഇസഡ് പ്ലസ് ഡെൽ ഇസഡ്, ഇസഡ് പ്ലസ് ഡെൽ ഇസഡ് എന്ന് പറയുന്ന ഫംഗ്ഷനും അതിൽ നിന്ന് മൈനസ് എഫ് ഓഫ് ഫംഗ്ഷൻ ഓഫ് ഇസഡ്, എഫ് ഓഫ് ഇസഡ് പ്ലസ് ഇസഡ്, എഫ് ഓഫ് ഇസഡ് പ്ലസ് ഡെൽറ്റ ഇസഡ് മൈനസ് എഫ് ഓഫ് ഇസഡ്. അതാണ് നമുക്കിവിടെ വരുന്ന ഡെറിവേറ്റീവ്, ആ ഡിഫറൻസ് എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു ഡെൽറ്റ ഇസഡ്, വിത്ത് റെസ്പെക്ട് ടു എ സ്മോളർ വേരിയേഷൻ ഡെൽറ്റ ഇസഡ്. ഇവിടെ നമുക്കിനി എഫ് ഓഫ് ഇസഡ് പ്ലസ് ഡെൽറ്റ ഇസഡിൻ്റെ വാല്യൂവും എഫ് ഓഫ് ഇസഡിൻ്റെ വാല്യൂവും ഡെൽറ്റ ഇസഡിൻ്റെ വാല്യൂവും കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. കണ്ടുപിടിച്ചെന്ന് വെച്ചാൽ അത് നോൺ വാല്യൂസ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഇസഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഐ വൈ ആണ്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ഇസഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈ. ഇതാണ് ഇസഡിൻ്റെയും ഡെൽറ്റ ഇസഡിൻ്റെയും വാല്യൂ. ഇവിടെ നമുക്കുള്ള എന്താണ്? ഇസഡ് പ്ലസ് ഡെൽറ്റ ഇസഡ്. അപ്പോൾ ഇസഡ് പ്ലസ് ഡെൽറ്റ ഇസഡ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ പ്ലസ് ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈ. അങ്ങനെ നോക്കുമ്പോഴത്തേന് ഇനി റിയൽ ടേംസും ഇമാജിനറി ടേംസും കൂടി കമ്പൈൻ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ, അതായത് ഐ ഉള്ള ടേമും ഐ ഇല്ലാത്ത ടേമും കൂടി കമ്പൈൻ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഇസഡ് പ്ലസ് ഡെൽറ്റ ഇസഡ് ഈസ് ഈക്വൽ ടു
എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഇൻറ്റു വൈ പ്ലസ് ഡെൽറ്റ വൈ. അപ്പോൾ നമുക്ക് ഇസഡിൻ്റെ വാല്യൂവും കിട്ടി, ഡെൽറ്റ ഇസഡിൻ്റെ വാല്യൂവും കിട്ടി, ഇസഡ് പ്ലസ് ഡെൽറ്റ ഇസഡിൻ്റെ വാല്യൂവും കിട്ടി. അപ്പോൾ നമുക്ക് ഇസഡിൻ്റെ വാല്യൂ വെച്ചിട്ട് എഫ് ഓഫ് ഇസഡ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ എഫ് ഓഫ് ഇസഡ് ഈസ് ഗിവൺ ബൈ ഇസഡ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഐ ആണ്. അതായത് എക്സിൻ്റെയും എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് യു പ്ലസ് ഐ വി ആണ്. അപ്പോൾ യുവും വിയും എന്ന് പറയുന്നത് എക്സിൻ്റെയും വൈയുടെയും ടേംസ് ആണ്. അതായത് എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് യു ഓഫ് എക്സ് കോമ വൈ പ്ലസ് ഐ വി എക്സ് കോമ വൈ. അതാണ് എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത്. എഫ് ഓഫ് ഇസഡ് പ്ലസ് ഡെൽറ്റ ഇസഡ് എന്ന് പറയുന്നത് യു ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ വൈ. എക്സിൻ്റെ റിയൽ ടേംസ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഡെൽറ്റ ഇസഡും ഇമാജിനറി ടേംസ് എന്ന് പറയുന്നത് വൈ പ്ലസ് ഡെൽറ്റ വൈ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ യു ഓഫ് എക്സിന് പകരം എക്സ് പ്ലസ് ഡെൽറ്റ ഇസഡും വൈയുടെ ഭാഗത്ത് വൈ പ്ലസ് ഡെൽറ്റ വൈയും വരും. പ്ലസ് ഇമാജിനറി ടേംസ് ഐ വി ആണ്. അത് വേരിയബിൾസ് എന്തിൻ്റെ ടേംസിലാണ്? വീണ്ടും എക്സ് പ്ലസ് ഡെൽറ്റ എക്സും വൈ പ്ലസ് ഡെൽറ്റ വൈയും. ഇതാണ് എഫ് ഓഫ് ഇസഡ് പ്ലസ് ഡെൽറ്റ ഇസഡ്. അപ്പോൾ നമുക്ക് ഇവിടെ ആവശ്യമുള്ള 3 ടേംസ് കിട്ടി. ഡെൽറ്റ ഇസഡ് കിട്ടി, എഫ് ഓഫ് ഇസഡ് കിട്ടി, എഫ് ഓഫ് ഇസഡ് പ്ലസ് ഡെൽറ്റ ഇസഡും കിട്ടി. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇക്വേഷനെ നമുക്ക് 1 എന്ന് വിളിക്കാം. അപ്പോൾ 1 becomes f dash of z is equal to limit z tends to 0 first f of z plus delta z u of x plus delta x comma y plus delta y plus I v x plus delta x comma y plus delta y minus f of z minus of bracket വേണം u of x comma y plus I v x comma y. താഴത്ത് ഡെൽറ്റ ഇസഡിൻ്റെ വാല്യൂ എന്താണ്? ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈ ബ്രാക്കറ്റ് ക്ലോസ്. ഇതാണ് നമുക്ക് എഫ് ഡാഷ് ഓഫ് ഇസഡിൻ്റെ വാല്യൂ കിട്ടുന്നതെന്ന് പറയുന്നത്. ഇനി ഇവിടെ വേരിയബിൾസ് എന്തൊക്കെയാണ്? എക്സും വൈയും ഡെൽറ്റ എക്സും ഡെൽറ്റ വൈയും. അതായത് എക്സ് വൈ കോർഡിനേറ്റിലാണ് ചേഞ്ചസ് എല്ലാം സംഭവിക്കുന്നത്. എക്സും വൈ എന്ന് പറയുന്നത് എക്സ് ആക്സിസ് വൈ ആക്സിസ് കോർഡിനേറ്റ്സ്. ഡെൽറ്റ എക്സും ഡെൽറ്റ വൈ എന്ന് പറയുന്നത് ആ ആക്സിസിലുണ്ടാകുന്ന ഒരു ചെറിയ വാല്യൂ അല്ലെങ്കിൽ ഒരു ചേഞ്ച്. അതായത് എക്സ് എന്ന് പറഞ്ഞ ആദ്യം നമുക്ക് എക്സ് വൈയിൽ മാത്രമായിരുന്നു. അപ്പോൾ ഡെൽറ്റ എക്സ് കൂടി ആഡ് ചെയ്യുമ്പോൾ എന്താണ്? ഒരു ഇൻഫിനിറ്റിസിമൽ സ്മോൾ വാല്യൂ കൂടിയാണ് ആ എക്സിലേക്ക് ആഡ് ആകുന്നത്. അത് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എ സ്മോൾ വേരിയേഷൻ ഓഫ് എക്സ്. അപ്പോൾ ഇവിടെ നമുക്ക് ആക്സിസസ് അല്ലെങ്കിൽ കമ്പോണൻറ്റ്സ് ഏതൊക്കെയാണ്? എക്സ് കമ്പോണൻറ്റും ഉണ്ട്, വൈ കമ്പോണൻറ്റും ഉണ്ട്. ഇതിൽ ഒരു കമ്പോണൻറ്റ് ഇവിടെ ആബ്സെൻ്റ് ആയാൽ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ ഒരു കമ്പോണൻറ്റ് പ്രസൻ്റ് അല്ല. അപ്പോൾ ഒരു ആക്സിസിൽ മാത്രമായിരിക്കും. ഇപ്പോൾ വൈ കമ്പോണൻറ്റ് പ്രസൻ്റ് അല്ലെന്നുണ്ടെങ്കിൽ എക്സ് ആക്സിസിൽ മാത്രമായിരിക്കും ആ മൂവ്മെൻറ്റ് സംഭവിക്കുക. ഒരു മോഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വൈ ആക്സിസ് കമ്പോണൻറ്റ്സ് ആബ്സെൻ്റ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സ് ആക്സിസിൽ മാത്രമായിരിക്കും നമ്മുടെ വാല്യൂസ് പ്രസൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഡെറിവേറ്റീവ്സ് കൺസിഡർ ചെയ്യുമ്പോൾ വൈ ആക്സിസ് പ്രസൻ്റ് അല്ല എന്ന് പറയുമ്പോഴത്തേനും എക്സ് ആക്സിസിൽ മാത്രമായിരിക്കും നമ്മുടെ വാല്യൂസ് പ്രസൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ 2 കേസായിട്ട് കൺസിഡർ ചെയ്യുകയാണ്. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് only x, നേരത്തെ പറഞ്ഞ പോലെ only x component is present. only x axis component present. അപ്പോൾ ഇവിടെ
here y component is not present. y കമ്പോണൻറ്റ് പ്രസൻ്റ് അല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും y ആക്സിസിൽ ചേഞ്ച് ഒന്നും സംഭവിക്കത്തില്ല. y കമ്പോണൻറ്റ് പ്രസൻ്റ് അല്ല. അപ്പോൾ അവിടെ ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദി y കമ്പോണൻറ്റ്. അതായത് ഡെൽറ്റ y ഈസ് ഈക്വൽ ടു 0. വെൻ y കമ്പോണൻറ്റ് ഈസ് നോട്ട് പ്രസൻറ്റ്, ചേഞ്ച് ഇൻ y ആക്സിസ് ഈസ് ഓൾസോ 0. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ ഈ ഡെൽ വൈ എന്ന് പറയുന്ന വാല്യൂസ് 0 ആയി പോകും. എക്സ് വാല്യൂ പ്രസൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രസൻ്റ് അല്ല, കാരണം എക്സിൽ മൂവ്മെൻ്റ് ഒന്നും ഇല്ല. വൈ ഈസ് ഈക്വൽ ടു 0 ആണ്. ഇവിടെ ഡെൽറ്റ ഇസഡ് എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈ. ഇവിടെ ഡെൽറ്റ വൈ എന്ന് പറയുന്നത് 0 ആണ്. ഇപ്പോൾ ഡെൽറ്റ ഇസഡ് എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് തന്നെയാണ്. ഇനി ഡെൽറ്റ ഇസഡ് ടെൻസ് ടു 0 ആയിക്കഴിഞ്ഞാൽ ഡെൽറ്റ എക്സും ടെൻസ് ടു 0 ആകും, കാരണം രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ ലിമിറ്റ് ഡെൽറ്റ ഇസഡ് ടെൻസ് ടു 0 ആണ്. ഡെൽറ്റ ഇസഡ് ടെൻസ് ടു 0 ആണ്. അപ്പോൾ ഇവിടെ ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ആകും, ഡെൽറ്റ വൈ ആബ്സെൻ്റ് ആകുമ്പോഴത്തേനും. അപ്പോൾ നമുക്ക് ഈ എൻ്റെ ഡിഫറൻഷ്യൽ എക്സിൻ്റെ ടേംസിൽ മാത്രമായിട്ട് പറയാനായിട്ട് പറ്റും. അങ്ങനെ വരുമ്പോൾ എഫ് ഡാഷ് ഓഫ് ഇസഡ് എങ്ങനെ മാറും? 1 ബിക്കംസ് 1, അല്ലെങ്കിൽ ഈ ഇക്വേഷൻ 2 ബിക്കംസ് ലിമിറ്റ്. ഇവിടെ ഡെൽറ്റ ഇസഡ് ടെൻസ് ടു 0 ആണ്. അപ്പോൾ ഡെൽറ്റ വൈ 0 ആകുമ്പോഴത്തേനും ഡെൽറ്റ എക്സ് മാത്രം വരും. ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ബ്രാക്കറ്റിൽ യു എക്സ് കമ്പോണൻറ്റ് പ്രസൻ്റ് ആണ്, മാറ്റമൊന്നുമില്ല, എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ ഡെൽറ്റ വൈ 0 ആണ്. വൈ കമ്പോണൻറ്റും ആബ്സെൻ്റ് ആണ്, പക്ഷേ നമ്മൾ അതിനെ മെൻഷൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം മെൻഷൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇത് 0 കമ്പോണൻ്റ് ആണെന്നുള്ളതാണ് ഇവിടുത്തെ മീനിങ്. പ്ലസ് ഐ, കാരണം അത് എക്സ് വൈ എന്നുള്ളത് ഡിസപ്പിയർ ചെയ്യിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ എടുത്താണ്. യു ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് മാത്രം എഴുതിയാലും അതിൻ്റെ മീനിങ് ആ ഫംഗ്ഷൻ എക്സിൻ്റെ ടേംസിൽ മാത്രമാണ് പറയുന്നതെന്നുള്ളതാണ്. പ്ലസ് ഐ വി ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ മൈനസ് യു of x comma y plus I v x comma y the whole divided by I y delta y പോയി, അപ്പോൾ ഡെൽറ്റ എക്സ്. അപ്പോൾ നമുക്ക് ഈ ടേംസ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0, ഐ റിയൽ പാർട്ടെല്ലാം കൂടി ഒരുമിച്ച് എഴുതാം. യു ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ മൈനസ് യു ഓഫ് എക്സ് കോമ വൈ പ്ലസ് ഐയുടെ ടേംസ്, ഐ രണ്ട് ടേംസ് ഉണ്ട്, സോ ബ്രാക്കറ്റ് വി ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ മൈനസ് ഈ ടേം വി ഓഫ് എക്സ് വൈ divided by delta x. ഇനി ഇവിടെ നമുക്ക് ഈ ലിമിറ്റ് വാല്യൂ സെപ്പറേറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 യു ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ മൈനസ് യു ഓഫ് എക്സ് കോമ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് plus I limit delta x tends to 0 v of x plus delta x comma y minus v of x comma y divided by delta x. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു പാർഷ്യൽ ഡെറിവേറ്റീവ് സിസ്റ്റമാണ്, പാർഷ്യൽ ഡെറിവേറ്റീവ് ഇക്വേഷനാണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് യുവും രണ്ട് യുവിനെയും എക്സിൻ്റെ ടേംസിൽ പാർഷ്യൽ ഡിഫറൻഷ്യൽ എടുത്തേക്കുമാണ്. ഇവിടെ വിനെ എക്സിൻ്റെ ടേംസിൽ പാർഷ്യൽ ഡിഫറൻഷ്യൽ എടുത്തേക്കുമാണ്. അപ്പോൾ അവിടുത്തെ വേരിയബിൾസ് എന്താണ്? എക്സ് പ്രസൻ്റ് ആണ്, എക്സ് ഡെൽറ്റ എക്സ് ഉണ്ട്, അവിടെ ചേഞ്ച് ഉണ്ട്. പക്ഷേ വൈ എന്ന് പറയുന്നത് മാറ്റമൊന്നുമില്ല, എല്ലായിടത്തും വൈ തന്നെയാണ്. വൈ ഈസ് ട്രീറ്റഡ് ആസ് എ കോൺസ്റ്റൻറ്റ്. ഇൻ ദിസ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഇക്വേഷൻ, ഇൻ ദിസ് പാർഷ്യൽ ഡെറിവേറ്റീവ്
y is constant. Only derivatives of x exist. Only derivatives of x exists. അങ്ങനെ വരുമ്പോഴത്തേനും ഈ ടേം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? അതായത് ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 യു എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് വൈ മൈനസ് യു ഓഫ് എക്സ് കോമ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ എക്സ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു എക്സ്. അതെങ്ങനെ വന്നു? കാരണം ഇപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, അതിൻ്റെ ഡെറിവേറ്റീവ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് ഇസഡ് സിക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ ഇസഡ് ടെൻസ് ടു 0. ഇതവിടെ നിൽക്കട്ടെ. എഫ് ഓഫ് ഇസഡ് പ്ലസ് ഡെൽറ്റ ഇസഡ് മൈനസ് എഫ് ഓഫ് ഇസഡ് ബൈ ഡെൽറ്റ. എഫ് ഓഫ് ഇസഡ് പ്ലസ് ഡെൽറ്റ ഇസഡ് മൈനസ് എഫ് ഓഫ് ഇസഡ് ബൈ ഡെൽറ്റ ഇസഡ്. അതേ ഫോമിൽ തന്നെയാണ് ഇത്. എഫ് ഓഫ് ഇസഡ് പ്ലസ് ഡെൽറ്റ ഇസഡ് മൈനസ് എഫ് ഓഫ് ഇസഡ് ബൈ ഡെൽറ്റ ഇസഡ്. അതുകൊണ്ടാണ് നേരത്തെ വൈയുടെ കാര്യവും പറഞ്ഞത്. ഈ വൈ ഇവിടെ മെൻഷൻ ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എഫ് ഓഫ് ഇസഡ് പ്ലസ് ഡെൽറ്റ ഇസഡ് മൈനസ് എഫ് ഓഫ് ഇസഡ് ബൈ ഡെൽറ്റ ഇസഡ്, അതാണ് എഫ് ഡാഷ് ഓഫ് ഇസഡ് അല്ലെങ്കിൽ യു ഡാഷ്. യു ഡാഷ് എന്ന് പറയുന്നതാണ് പാർഷ്യൽ ഡെറിവേറ്റീവ്സിൻ്റെ ടേംസിൽ ഡോ യു ബൈ ഡോ എക്സ്. ഇനി അടുത്ത പാർട്ട്, ഇതിപ്പോൾ ഒരു പാർട്ട് ഓക്കെ ആയി. ഇനി അടുത്ത ഐയുടെ പാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 തന്നെ വി ഓഫ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് കോമ വൈ മൈനസ് വി ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ഇതെന്ന് പറയുന്നത് എഫ് ഓഫ് ഇസഡ് പ്ലസ് ഡെൽറ്റ ഇസഡ് മൈനസ് എഫ് ഓഫ് ഇസഡ് ബൈ ഡെൽറ്റ ഇസഡ്, അതായത് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് വി വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ ഈ രണ്ട് വാല്യൂസ് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദസ് ദ ഡിഫറൻഷ്യൽ ക്യാൻ ബി റിട്ടൺ ആസ് ദ ഡിഫറൻഷ്യൽ. ഇതിനെ ഇക്വേഷൻ 3 എന്ന് കൊടുക്കുക. ഇക്വേഷൻ 3 ക്യാൻ ബി റിട്ടൺ ആസ് ദ ഡിഫറൻഷ്യൽ 3 can be written as f dash of z is equal to dou u by dou x plus I dou v by dou x. ഇത് ഇക്വേഷൻ 4. ഇതാണ് നമുക്ക് വേണ്ട കേസ് 1-ൽ നമുക്ക് കിട്ടിയ ഫോം എന്ന് പറയുന്നത്. ഇനി കേസ് 2 എന്താണെന്ന് നോക്കാം. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞത് എക്സ് ആക്സിസിൽ മാത്രമാണ് കമ്പോണൻസ് പ്രസൻ്റ് എന്നാണ്. ഇനി വൈ ആക്സിസിൽ മാത്രമാണ് നമ്മുടെ കമ്പോണൻസ് ഒരു മൂവ്മെൻറ്റ് സംഭവിക്കുന്നതെന്നിരിക്കട്ടെ. അതായത് ഡെറിവേറ്റീവ്സ് വൈ ആക്സിസിൽ മാത്രമാണ് പ്രസൻറ്റ്, എക്സ് കമ്പോണൻറ്റ് 0 ആണ്. ഡെൽ ഇസഡ് എന്ന് പറയുന്നത് എക്സിൻ്റെയും വൈയുടെയും കോമ്പിനേഷനാണ്. അവിടെ എക്സ് കമ്പോണൻസ് ആബ്സെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ ഇസഡ് എന്ന് പറയുന്നത് ഐ ഡെൽറ്റ വൈ. അപ്പോൾ ഡെൽറ്റ ഇസഡ് ടെൻസ് ടു 0 ആയിക്കഴിഞ്ഞാൽ ഡെൽറ്റ വൈ ടെൻസ് ടു 0. അപ്പോൾ കേസ് 2 എന്ന് പറയുന്നത് only y axis components are present. Only y axis components are present. Thus here x axis component is absent. അതായത് ഡെൽറ്റ എക്സ് ടെൻസ് ടു ഡെൽറ്റ എക്സ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ 2 എങ്ങനെ മാറും? ഇക്വേഷൻ 2 കേസ് 1-ന് മുമ്പുള്ള ഇക്വേഷൻ എങ്ങനെ മാറും? ഇവിടെ യു ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് ഡെൽറ്റ വൈ വി ഓഫ് എക്സ് വൈ പ്ലസ് ഡെൽറ്റ വൈ എന്ന് മാറും. എഫ് ഡാഷ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു ലിമിറ്റ്
ഡെൽറ്റ ഇസഡിൽ ഡെൽറ്റ വൈ ആയിട്ട് മാറും. ഡെൽറ്റ വൈ ടെൻസ് ടു 0. യു ഓഫ് എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ വൈ മൈനസ് യു എക്സ് കോമ വൈ പ്ലസ് ഐ ഈ ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. ഇവിടെ യുവിൻ്റെ ടേംസ്, റിയൽ ടേംസ് നമ്മൾ കമ്പൈൻ ചെയ്ത് എഴുതി. പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ വൈ മൈനസ് വി ഓഫ് എക്സ് കോമ വൈ ഹോൾ ഡിവൈഡഡ് ബൈ ഡെൽറ്റ വൈ. ഇനി ഇതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഐ വൈ, ഇവിടെ ഇസഡ് 0 ആയി കഴിയുമ്പോഴത്തേനും ഡെൽറ്റ ഇസഡിൽ ഡെൽറ്റ എക്സ് 0 ആയി കഴിയുമ്പോഴത്തേനും ഡെൽറ്റ ഇസഡ് എന്ന് പറയുന്നത് ഐ ഡെൽറ്റ വൈ ആണ്. ഈ ഡെൽറ്റ ഇസഡ് 0 ആയിട്ട് ടെൻഡ് ചെയ്യുമ്പോൾ പക്ഷേ ഐ ഡെൽറ്റ വൈ അല്ല, ഡെൽറ്റ വൈ ആണ് 0യിലേക്ക് ടെൻഡ് ചെയ്യുന്നത്. കാരണം ഐക്ക് അവിടെ പ്രാധാന്യമൊന്നുമില്ല. പക്ഷേ ഡിനോമിനേറ്ററിൽ ഡെൽറ്റ എക്സ് മാത്രം 0 ആയി കഴിയുമ്പോഴത്തേനും ഐ ഡെൽറ്റ വൈ ആണ്. എന്നാൽ ഇവിടെ ഡെൽറ്റ ഇസഡ് ടെൻസ് ടു 0 വരുമ്പോൾ ഈ ഐ മാറിയിട്ട് ഡെൽറ്റ വൈ മാത്രം ടെൻസ് ടു 0. അപ്പോൾ ഇനി ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ, അല്ലെ റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ, എഫ് ഡാഷ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ഈ ഐ നമുക്ക് പുറത്തോട്ട് എഴുതാം. ഈ ടൈമിന് മാത്രം എഴുതി കഴിഞ്ഞാൽ ഐ അവിടെ ഉണ്ട്. 1/i ലിമിറ്റ് ഡെൽറ്റ വൈ ടെൻസ് ടു 0 ഫസ്റ്റ് ടൈം മാത്രം യു ഓഫ് എക്സ് വൈ പ്ലസ് ഡെൽറ്റ വൈ മൈനസ് യു ഓഫ് എക്സ് കോമ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ വൈ പ്ലസ് ഐ ബൈ ഐ. ഈ ഐ ഇവിടെയുണ്ട്, അതായത് ഈ ടൈം മാത്രം ഐ/i ലിമിറ്റ് ഡെൽറ്റ വൈ ടെൻസ് ടു 0 ബ്രാക്കറ്റിൽ യു ഓഫ് വി, ഇമാജിനറി പാർട്ടിൽ വി ആണ്, വി ഓഫ് എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ വൈ മൈനസ് വി ഓഫ് എക്സ് കോമ വൈ ഡെൽറ്റ വൈ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ പാർഷ്യൽ ഡെറിവേറ്റീവ് സിസ്റ്റത്തിൽ എക്സ് എല്ലായിടത്തും കോൺസ്റ്റൻ്റ് ആണ്. എക്സ് ഈസ് എ കോൺസ്റ്റൻറ്റ് ആൻഡ് ദ പാർഷ്യൽ ഡെറിവേറ്റീവ് ക്യാൻ ബി റിട്ടൺ ആസ് ഹിയർ. നേരത്തെ നമ്മൾ എടുത്ത പോലെ തന്നെ ഹിയർ എക്സ് ഈസ് കോൺസ്റ്റൻറ്റ്. ദ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആർ ഫസ്റ്റ് ഈ ഡെറിവേറ്റീവ് ലിമിറ്റ് ഡെൽറ്റ വൈ ടെൻസ് ടു 0 യു ഓഫ് എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ വൈ മൈനസ് യു ഓഫ് എക്സ് കോമ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ വൈ ഈസ് ഈക്വൽ ടു, ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഡെറിവേറ്റീവ് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു വൈ, ഡോ യു ബൈ ഡോ വൈ. അടുത്തത് അപ്പോൾ ഒരു പാർട്ട് ഓക്കെ. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ലിമിറ്റ് ഡെൽറ്റ വൈ ടെൻസ് ടു 0 യു ഓഫ് വി വി എക്സ് കോമ വൈ പ്ലസ് ഡെൽറ്റ വൈ മൈനസ് വി എക്സ് കോമ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ വൈ ഈസ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ. ഈ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു 1/i. അപ്പോൾ അവിടെ ഐനെ രണ്ടിടത്തും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ 1/i എന്ന് പറയുന്നതിന് മുകളിലും താഴെയും ഒരു ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ i/-1, അതായത് -i. 1/i എന്ന് പറയുന്നത് -i ഡോ യു ബൈ ഡോ വൈ പ്ലസ് ഡോ വി ബൈ ഡോ വൈ. ഇതാണ് ഇക്വേഷൻ 5 എന്ന് പറയുന്നത്. ഇനി ഈ രണ്ട് ഇക്വേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ, ഇക്വേഷൻ 4ഉം 5ഉം കൂടി നോക്കിക്കഴിഞ്ഞാൽ രണ്ടും എഫ് ഡാഷ് ഓഫ് ഇസഡ് ആണ്. അപ്പോൾ അത് രണ്ടും കൂടി നമ്മൾ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഹെൻസ് ഫ്രം
4, 5 we have ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യണം. ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഐ ഡോ വി ബൈ ഡോ എക്സ് ഈക്വൽ ടു മൈനസ് ഐ ഡോ യു ബൈ ഡോ വൈ പ്ലസ് ഡോ വി ബൈ ഡോ വൈ. ഇത് ഒന്നുകൂടി എളുപ്പത്തിന് വേണ്ടി റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഐ ഡോ വി ബൈ ഡോ എക്സ് ഈസ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ മൈനസ് ഐ ഡോ യു ബൈ ഡോ വൈ. അപ്പോൾ ഇവിടെ റിയൽ ടേംസ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ റിയൽ ടേംസ് നോക്കിക്കഴിഞ്ഞാൽ ഓൺ കമ്പയറിങ് real and imaginary part we get dou u by dou x equal to dou v by dou y and imaginary part compare ചെയ്ത് കഴിഞ്ഞാൽ dou u by dou y equal to ഒരു മൈനസിൻ്റെ വ്യത്യാസമുണ്ട് മൈനസ് dou v by dou x. ഇതല്ലേ നമ്മുടെ കോഷി റൈമാൻ കണ്ടീഷൻ ഫസ്റ്റ് പറഞ്ഞത്. ഡോ യു ബൈ ഡോ എക്സ് ഈസ് ഇക്വൽ ടു ഡോ വി ബൈ ഡോ വൈ ഡോ യു ബൈ ഡോ വൈ ഈസ് ഇക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ എക്സ് ഡോ യു ബൈ ഡോ വൈ ഈസ് ഇക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ എക്സ്. ഇതാണ് നമ്മുടെ കോഷി റൈമാൻ കണ്ടീഷൻ ഡിറൈവ് ചെയ്ത് കൊണ്ടുവന്നത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി നോക്കാം ഇതെങ്ങനെയാണ് ഡിറൈവ് ചെയ്തതെന്നുള്ളത്. ഫസ്റ്റ് നമ്മൾ കോഷി റൈമാൻ കണ്ടീഷൻ എന്താണെന്നാണ് പറയുന്നത്. ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ഒരു ഡൊമൈൻ ഡിയിൽ അല്ലെങ്കിൽ ഒരു റീജിയനിൽ അനലറ്റിക് ആകാനുള്ള കണ്ടീഷൻ, ഡിഫറൻഷ്യബിൾ ആകാനുള്ള കണ്ടീഷനാണ് കോഷി റൈമാൻ കണ്ടീഷൻ എന്ന് പറയുന്നത്. യു എക്സ് അതായത് ഡെറിവേറ്റീവ് ഓഫ് യു പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു എക്സ് യു എക്സ് ഈസ് ഈക്വൽ ടു യു വൈ ഈസ് ഈക്വൽ ടു യു വൈ ഈസ് ഈക്വൽ ടു മൈനസ് വി എക്സ്. ഇതാണ് കോഷി റൈമാൻ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഒരു അനലറ്റിക് ഫംഗ്ഷൻ എന്താണ്? ഒരു റീജിയനിൽ ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ള ഫംഗ്ഷനെയാണ് അനലറ്റിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഒരു പോയിന്റിൽ ആ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ലെന്നുണ്ടെങ്കിൽ ആ പോയിന്റിനെ സിംഗുലർ പോയിന്റ് എന്ന് പറയും. ഇനി പ്രൂഫ് എങ്ങനെയാണ്? ആദ്യം ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡ് കൺസിഡർ ചെയ്യണം. യു പ്ലസ് ഐ വി എന്നുള്ളതാണ് അതിൻ്റെ ഫോം. ഡിഫറൻഷ്യൽ എടുത്തു കഴിഞ്ഞാൽ ലിമിറ്റ് ഡെൽറ്റ ഇസഡ് സെൻഡ് ടു 0 ഡെൽറ്റ ഇസഡ് 0 എഫ് ഓഫ് ഇസഡ് പ്ലസ് ഡെൽറ്റ ഇസഡ് മൈനസ് എഫ് ഓഫ് ഇസഡ് ബൈ ഡെൽറ്റ ഇസഡ്, ആ ചേഞ്ച്. അപ്പോൾ ഇസഡ് ഇനി ഇവിടെ ഇസഡ് പ്ലസ് ഡെൽറ്റ ഇസഡ് കണ്ടുപിടിക്കണം, എഫ് ഓഫ് ഇസഡ് കണ്ടുപിടിക്കണം, ഡെൽറ്റ ഇസഡ് കണ്ടുപിടിക്കണം. ഇസഡ് എഴുതി ഡെൽറ്റ ഇസഡ് എഴുതി പ്ലസ് ഡെൽറ്റ ഇസഡ് എഴുതി. ഇനി ഫംഗ്ഷൻസ് രണ്ടും കണ്ടുപിടിക്കണം, അത് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. ഈ ഇക്വേഷൻ ഇവിടെ തന്നെ നമുക്ക് റിയലും ഇമാജിനറി പാർട്ടും കമ്പൈൻ ചെയ്ത് എഴുതാം. അപ്പോൾ യു എക്സ് പ്ലസ് എക്സ് മൈനസ് യു എക്സ് ബൈ ഐയുടെ ടൈംസ് ഒരു പാർട്ടി പോകും. എന്നിട്ട് ആ ഇക്വേഷനെ 2 എന്ന് ടൈം ചെയ്താൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. സോ ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ അടുത്ത കേസ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിൽ മാത്രം കമ്പോണൻസ് പ്രസൻ്റ് ആണ്. അപ്പോൾ വൈ ആക്സിസിൽ ഡെൽറ്റ വൈ സിക്കൽ ടു 0 അല്ലെങ്കിൽ വൈ കമ്പോണൻറ്റ് എൻ്റയർ വൈ കമ്പോണൻസ് ആർ നോട്ട് പ്രസൻറ്റ്. അപ്പോൾ എഫ് ഡാഷ് എന്ന് പറയുന്നത് എങ്ങനെ മാറും? ഇവിടെ ഡെൽറ്റ വൈയും വൈ കമ്പോണൻസും ആക്ച്വലി ഇല്ലാതെയാവും. ഇപ്പോൾ ഇവിടെ വൈയും എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മൾ എക്സ് കമ്പോണൻറ്റ് മാത്രമേ എടുക്കത്തുള്ളൂ. അപ്പോൾ വൈ കമ്പോണൻസ് എല്ലാം പോയി ഡെറിവേറ്റീവ് രണ്ടും നമുക്ക് യുവും വിയും എക്സിൻ്റെ ടൈംസിൽ എഴുതാനായിട്ട് പറ്റും. യുവും വിയും ഡെറിവേറ്റീവ്സ് യുവും വിയും എക്സിൻ്റെ മാത്രം ടേംസിൽ എഴുതി ഇവിടുത്തെ വൈ കമ്പോണൻറ്റ് റിമൂവ് ചെയ്ത് എൻ്റയർലി. അത് ഫസ്റ്റ് നമ്മുടെ കമ്പയർ ചെയ്യേണ്ട ഫസ്റ്റ് ഫോർമുല. സെക്കൻഡ് കേസിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരും, അതായത് യു വൈയുടെ ടൈംസിലും വി വൈയുടെ ടൈംസിലും വരും. പക്ഷേ അവിടെ സൈനിൻ്റെയും ഇമാജിനറി പാർട്ടിൻ്റെയും വ്യത്യാസം വരും. അതെന്താണെന്ന് നോക്കാം. അപ്പം ഇവിടെ ഡെൽറ്റ എക്സ് ആണ് 0 ആകുന്നത്, വൈ കമ്പോണൻറ്റിൽ മാത്രമാണ് ഡെറിവേറ്റീവ് ഉള്ളത്. അപ്പോൾ എക്സ് കമ്പോണൻറ്റ് 0 ആകും. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേനും ഈ വാല്യൂസിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇവിടെ ഒരു 1/i, അതുകൊണ്ടാണ് ആ മൈനസിൻ്റെ വ്യത്യാസം വരുന്നത്. 1/i എന്ന് പറയുന്നത് മൈനസ് ഐ ആണ്. അപ്പോൾ ഇവിടെ ഒരു ഐയും കട്ടായി പോകും. ഇനി ഡോ യു ബൈ ഡോ വൈ ഡോ വി ബൈ ഡോ വൈ ആ ടേംസിൽ നമ്മൾ എഴുതി ഒരു മൈനസിൻ്റെ വ്യത്യാസമുണ്ട്. ഇനി ഈ രണ്ട് ഇക്വേഷനും കൂടി കമ്പയർ ചെയ്യുമ്പോഴത്തേനും നമുക്ക് യു എക്സ് പ്ലസ് ഐ വി എക്സ് ഈക്വൽ ടു മൈനസ് ഐ യു വൈ പ്ലസ് വി വൈ. ഇനി ഇത് രണ്ടും കൂടി റീഅറേഞ്ച് ചെയ്തിട്ട് നമ്മൾ റിയൽ കമ്പോണൻറ്റ് കമ്പയർ ചെയ്യുമ്പോൾ യു എക്സ് ഈസിക്കൽ ടു വി വൈ, ഡോ യു ബൈ ഡോ എക്സ് ഈസിക്കൽ ടു ഡോ വി ബൈ ഡോ വൈ. അടുത്തത് ഡോ യു ബൈ യു വൈ ഈസിക്കൽ ടു മൈനസ് വി എക്സ്, ഡോ യു ബൈ ഡോ വൈ ഈസിക്കൽ ടു മൈനസ് ഡോ വി ബൈ ഡോ എക്സ്. ഇത്രയാണ് കോഷി റൈമാൻ കണ്ടീഷൻ എന്ന് പറയുന്നത്.
അതിൻ്റെ പ്രൂഫും. ഇനി നമുക്ക് ഇതിൻ്റെ തന്നെ ഒരു സിമ്പിൾ എക്സാമ്പിൾ നോക്കാം. അതായത് കോഷി റൈമൻ കണ്ടീഷൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം. അപ്പോൾ കോഷി റൈമൻ കണ്ടീഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടു ചെക്ക് വെദർ എ ഫംഗ്ഷൻ ഈസ് അനലറ്റിക് ഓർ നോട്ട്. അത് ബേസ് ചെയ്തൊരു പ്രോബ്ലമാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ചെക്ക് വെദർ ദ ഫംഗ്ഷൻ ഈസ് അനലറ്റിക് ഓർ നോട്ട്. ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു ഇസഡ് സ്ക്വയർ. ചെക്ക് വെദർ ദ ഫംഗ്ഷൻ ഈസ് അനലറ്റിക് ഓർ നോട്ട്. എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ഇസഡ് സ്ക്വയർ എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഇസഡ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ അനലറ്റിക് ആണോ അല്ലയോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? ലെറ്റ് ഇസഡ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് ഇസഡ് എന്താണ്? എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു ഇസഡ് സ്ക്വയർ, അതായത് എക്സ് പ്ലസ് ഐ വൈ സ്ക്വയർ. സ്ക്വയർ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് 2i എക്സ് വൈ പ്ലസ് ഐ സ്ക്വയർ വൈ സ്ക്വയർ. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് ഐ 2xy ഐ സ്ക്വയർ മൈനസ് 1 വൈ സ്ക്വയർ. റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു 2xy. അപ്പോൾ നമുക്കിവിടെ ഒരു റിയലും ഒരു ഇമാജിനറി പാർട്ടുമായിട്ട് കിട്ടി. ഇനി എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? യു പ്ലസ് ഐ വി ആണ്. അപ്പോൾ ഇവിടെ യു എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ, വി എന്ന് പറയുന്നത് 2xy. ഇനി യു എക്സ്, അതായത് ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ 2x, വൈയുടെ ഡെറിവേറ്റീവ് ഡോ യു ബൈ ഡോ വൈ എടുത്തു കഴിഞ്ഞാൽ മൈനസ് 2y, വി എക്സ് എടുത്തു കഴിഞ്ഞാൽ ഡോ യു ബൈ ഡോ എക്സ് എടുത്തു കഴിഞ്ഞാൽ 2x, ഡോ യു ബൈ ഡോ വൈ എടുത്തു കഴിഞ്ഞാൽ 2y. ഇത്രയാണ് നമ്മുടെ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. ഇനി കോഷി റൈമാൻ കണ്ടീഷൻ എന്താണ്? യു എക്സ് ഈസ് ഈക്വൽ ടു യു വൈ. യു എക്സ് വി വൈ ആണോ നോക്കണം. യു എക്സ് വി വൈ ആണോ? ഇവിടെ ഒരു മിസ്റ്റേക്ക് പറ്റി. വി എക്സ് എടുത്ത് കഴിഞ്ഞാൽ ഡോ വി ബൈ ഡോ എക്സ് എടുത്തു കഴിഞ്ഞാൽ 2y വരും. ഡോ വി ബൈ ഡോ വൈ എടുത്തു കഴിഞ്ഞാൽ 2x വരും. കാരണം എക്സ് എടുക്കുമ്പോഴത്തേനും എക്സ് പോവും, 2y മാത്രം വരും. വൈയുടെ ടൈംസിൽ എടുക്കുമ്പോൾ വൈ ഡോ വൈ ബൈ ഡോ വൈ 1 പോയിട്ട് 2x മാത്രം വരും. അപ്പം 2x 2y. വി എക്സ് എന്ന് പറയുന്നത് 2y, വി വൈ എന്ന് പറയുന്നത് 2x. അപ്പോൾ ഇവിടെ യു എക്സ് ഈസ് ഈക്വൽ ടു വി വൈ. യു എക്സ് ഈസ് ഈക്വൽ ടു വി വൈ. ഇത് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ്. അടുത്തത് യു വൈ ഈസ് ഈക്വൽ ടു മൈനസ് വി എക്സ്. ഇതല്ലേ നമ്മുടെ കണ്ടീഷൻ. ഡോ യു ബൈ ഡോ എക്സ് ഈസ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ. ഡോ യു ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ എക്സ്. ഹെൻസ് സി ആർ കണ്ടീഷൻ ഈസ് വെരിഫൈഡ് ആൻഡ് എഫ് ഓഫ് ഇസഡ് ഈസ് അനലറ്റിക്. ഹെൻസ് സി ആർ കണ്ടീഷൻ ഈസ് verified and f of z is analytic. അപ്പോൾ ഇത്രയാണ് കോഷി റൈമാൻ കണ്ടീഷന് അതിൻ്റെ ഒരു പ്രോബ്ലവും. നമ്മളോട് ഇവിടെ എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു ഇസഡ് സ്ക്വയർ അനലറ്റിക് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇസഡ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് ഐ വൈ ആണ്. അപ്പോൾ ഈ ഇസഡ് സ്ക്വയറിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ സ്ക്വയർ വരും. സ്ക്വയർ എക്സ്പാൻഡ് ചെയ്ത് എഴുതണം. അപ്പോൾ അവിടെ ഒരു റിയലും ഇമാജിനറി പാർട്ടും വരുന്നുണ്ടോ എന്ന് നോക്കണം. ഇപ്പോൾ റിയൽ പാർട്ട് മാത്രമാണെങ്കിൽ അവിടെ യു മാത്രമേ പ്രസൻ്റ് ആയിട്ടുള്ളൂ. ഇമാജിനറി പാർട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ വി മാത്രമേ പ്രസൻ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ യുവും വിയും ഉണ്ട്. യു എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ്. വി എന്ന് പറയുന്നത് 2xy ആണ്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുക്കുമ്പോഴത്തേനും എക്സ് കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x. വൈ കമ്പോണൻറ്റ് എടുക്കുമ്പോൾ വൈ സ്ക്വയറിൻ്റെ മൈനസ് വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് 2y. ഇനി വി എന്ന് പറയുന്നത് 2xy. അപ്പോൾ വി വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുക്കുമ്പോഴത്തേനും അത് 2y എന്ന് വരും. വിത്ത് റെസ്പെക്ട് ടു വൈ എടുക്കുമ്പോഴത്തേനും അത് 2x എന്ന് വരും. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ യു എക്സ് വി വൈ ആയിട്ട് ഈക്വലാണ്, യു വൈ എന്ന് പറയുന്നത് മൈനസ് വി എക്സും ആയിട്ടും ഈക്വലാണ്. അപ്പോൾ ഹെൻസ് സി ആർ കണ്ടീഷൻ ഈസ് വെരിഫൈഡ് ആൻഡ് ദ ഫംഗ്ഷൻ ഈസ് അനലറ്റിക്. ഇത്രയാണ് സി ആർ കണ്ടീഷനെ കുറിച്ച് പറയാനായിട്ടുള്ളത്.